വജ്ര രചന ഹിമ നവീൻ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം PNR ക്രിയേഷൻസ്. എത്രയൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ബാക്കിയുള്ള പടകൾക്ക് നിന്റെ മതം പ്രശ്നമാക്കുള്ള മനസ്സൊക്കെ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ സ്ട്രെസ്സും ടെൻഷനും തലയിൽ വലിച്ചു കയറ്റേണ്ട രണ്ടും. ഞാനും നിന്റെ ഉപ്പയും പുറത്തെഴുതി വെച്ച് കണ്ടോളാം. നിന്റെ ആഗ്രഹം പോലെ ഉപ്പയോട് സംസാരിക്കാം. സമയമാകുമ്പോൾ ആരൊക്കെ എതിർത്താൽ ഇവളെ പിടിച്ച് നിന്നെ ഏൽപ്പിക്കുകയും ചെയ്യാം. എന്താ അതുപോലെ? മതി, അങ്ങനെ തന്നെ മതി. താങ്ക്സ് സോ മച്ച് എൻ്റെ പൊന്നങ്കിളെ. ആദിത്യനെ ഇറുകെ കെട്ടിപ്പിടിച്ച അവന് സന്തോഷം കൊണ്ട് തുള്ളിപ്പോയി. കാര്യമൊക്കെ കാര്യം. റിസൾട്ട് വരുമ്പോൾ ഇപ്പോൾ ഉള്ള റേഞ്ചിൽ വിട്ട് മാർക്കെങ്ങാനും കുറഞ്ഞ കല്യാണം മിനിമം 5 വർഷത്തേക്കെങ്കിലും നീട്ടിവെക്കും ഞാൻ. രണ്ടിനോടും കൂടി പറയാ, എന്നെ കൈക്ക് പണി ഉണ്ടാക്കരുത്. ബഷീറിനെയും സ്വാതിയെയും മീശി വിരിച്ചൊന്ന് ഇരുത്തി നോക്കി എബിയെയും മറ്റും കൺസിമ്മി കാണിച്ച ആദിത്യനകത്തേക്ക് കയറിപ്പോയി. ചുണ്ടുകൂട്ടി പിടിച്ചിരിച്ച സ്വാതിയെ മറ്റെല്ലാം മറന്ന് ചിരിയോടെ എടുത്തുയർത്തിയ ബഷീറിന് എബിയുടെ വക മുഷ്ടിയുരുട്ടി ഒരു 1.5 കുത്തി കിട്ടിയപ്പോഴാണ് ചിത്രയുടെ തറവാടാണെന്ന ബോധം തന്നെ ഉണ്ടായത്. അളിയന്റെ കൈക്ക് പണിയുണ്ടാക്കാൻ താഴെ നിർത്തട ഉണക്ക സുൽത്താനെ. എബിയോട് കണ്ണുറുക്കി മറുപടി അറിയും മുമ്പ് അരികിൽ നിൽക്കുന്ന വജ്രയിലേക്ക് ബഷീറിന്റെ കണ്ണുകൾ ചെന്നെത്തി നിന്നു. ഒരൊറ്റ വലിക്ക് തന്നോട് ചേർത്ത് നിർത്തി. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടുന്ന് പോകുന്ന പാതിരാത്രി ആണെങ്കിലും ഇവളെ ഇനി നിന്റെ കൺവെട്ടത്ത് നിർത്തൂലട കള്ള നസ്രാണി. പോയി ബൈബിൾ വായിക്ക്. ഇതേ എന്റെ പെങ്ങളാ. അവിടെ ആംഗ്ലയായ എന്റെ കഞ്ഞിൽ നീ പാറ്റിട്ടാലേ ഞാൻ നിന്റെ കഞ്ഞിൽ പാമ്പിനെ പിടിച്ചിടും. ആരാന്നറിയോ? ഇവളുടെ അച്ഛനെ. എന്തേലും പറഞ്ഞ് ഇവളിപ്പോ കൊണ്ടുപോകാനുള്ള പ്ലാനേ ഉണ്ടാക്കും. എന്താ കാണോ? എബിയുടെ ഉള്ളിലോ വെള്ളിരുവെട്ടിങ്കിലും സമർത്ഥമായി മറച്ചു പിടിച്ച് അവർന്ന് ചെറഞ്ഞു നോക്കി വജ്രയെ പിടിച്ച് തന്നിലേക്ക് വലിച്ചതും പ്രണവ് മുന്നിലേക്ക് കയറി വന്ന് ബഷീറിനെ എബിയെയും പിടിച്ചൊരു തള്ളുതള്ളി മുന്നിലെ ദിവാൻ കോട്ടിലേക്ക് ഇട്ടു. എന്നിട്ട് സ്വാതിയുടെ കയ്യിലും വജ്രയുടെ കയ്യിലും പിടിച്ച് ചെറുക്കന്മാരെ കൂർപ്പിച്ചൊന്ന് നോക്കി. 2 കാമുകന്മാർ ഇവിടെ കിടന്ന് ഡ്രാമ കളിക്ക്. ഞാൻ എന്റെ പിള്ളേരെ കൊണ്ട് പോവാ. എനിക്ക് ഇവരെ സുരക്ഷിതമായിട്ട് താഴെയുള്ളവരെ ഏൽപ്പിക്കണം. നിങ്ങൾ രണ്ടിനെ എനിക്കൊരു തരി വിശ്വാസമില്ല. അത്രയും പറഞ്ഞ പെൺപിള്ളേരെയും കൂട്ടി എബിയെയും ബഷീറിനെയും പുച്ഛിച്ചൊന്ന് നോക്കി പ്രണവ് അകത്തേക്ക് നടന്നു. പിന്തിരിഞ്ഞ ചിരിയോടെ നോക്കിയ സഖികൾക്ക് ഫ്ലൈയിങ് കിസ് കൊടുക്കുന്ന 2 പേരെയും കൺകോണിൽ കണ്ട് പ്രണവിന്റെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു. പ്രണവ് ഇപ്പോൾ ഒരുപാട് റിലാക്സ്ഡാണ് അല്ലേ എബി? എനിക്കെന്തും മനസ്സമാധാനം ഉണ്ടെന്നറിയപ്പോ അവന്റെ ചിരിയിലാണ്ട് സന്തോഷം മുഴുവനും തോന്നിപ്പോവും. തന്റെ തോളിലേക്ക് ചാരിയിരുന്ന് പ്രണവ് പോയ വഴിയെ നോക്കി പറയുന്ന ബഷീറിന്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് എബി ഒന്ന് പുഞ്ചിരിച്ചു. ഒരു നുള്ളു നോവ് കലർന്നിരുന്നു അതിൽ. പ്രണവ് തിരഞ്ഞെടുത്ത അവന്റെ ഭാവിയെക്കുറിച്ച് ഓർത്തുള്ള നിരാശയോ ആശങ്കയുമായിരുന്നു ആ നേർത്ത ചിരിയിലപ്പോൾ. തേവക്കൽ മാത്യൂസിന്റെയും ആളിയേക്കൽ ചിത്രയുടെയും മകൻ എബിൻ മാത്യൂസിന് ചിറക്കൽ ജതിന്റെയും വാണിയുടെയും മകൾ വജ്രയെ വധുവായി സ്വീകരിക്കാൻ സമ്മതമാണോ? ആൾത്താർക്കുമ്പിൽ തനിക്കരികിൽ മാലാഖയെ പോലെ നിൽക്കുന്ന അതിസുന്ദരിയായ തന്റെ പ്രിയപ്പെട്ടവളുടെ കണ്ണിലേക്ക് അവൻ അടങ്ങാത്ത പ്രണയ സ്നേഹവായ്പോടെ നോക്കി. സമ്മതമാണോ? ആളുടെ കണ്ണിലേക്ക് നോക്കി മറുപടി പറഞ്ഞ എബിയെ പുരോഹിതൻ നറുപുഞ്ചിരിയോടെ നോക്കി. ആളാവട്ടെ തന്നിലേക്ക് വന്നിരിക്കുന്ന നോട്ടത്തെ അറിഞ്ഞിട്ടും ലജ്ജയാൽ കുനിഞ്ഞ ശിരസ്സുമായി തനിക്കുള്ള ഊഴം കാത്തു നിൽക്കുകയാണ്. ചിറക്കൽ ജതിന്റെയും വാണിയുടെയും മകൾ വജ്രയ്ക്ക് തേവക്കൽ എബിൻ മാത്യൂസിനെ വരനായി സ്വീകരിക്കാൻ സമ്മതമാണോ? ചെറുവിരിൽ ഗാഠമായി എറിഞ്ഞ സ്പർശം ആളുടെ കണ്ണുകൾ അവന്റെ കണ്ണുകളുമായി കോർത്തു നിർത്തി. ബ്ലാക്ക് സ്യൂട്ടിൽ രാജകുമാരനെ പോലെ തിളങ്ങി നിൽക്കുന്ന എബിയുടെ മുഖവും ആ നോട്ടവും ആൾക്കുള്ളിൽ തീർത്ത വിസ്ഫോടനം ചെറുതായിരുന്നില്ല. പ്രണയത്തിന്റെ ഒരു കടലുണ്ടായിരുന്നു ആ കണ്ണുകളിൽ. സമ്മതം. അത്രമേൽ ആർദ്രമായിരുന്നു അവളുടെ ശബ്ദം. തങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും സാക്ഷി നിർത്തി എബി അവളുടെ വിരലിൽ തന്റെ പേരെഴുതിയ മോതിരം അണിയിച്ചു. തിരികെ അവളുടെ പേരെഴുതിയ മോതിരം അവളും അണിയിച്ചു. ആ കൈ വിടാതെ പിടിച്ചെടുത്ത് അമർത്തി മുത്തുമ്പോൾ ലോകം വെട്ടിപ്പിടിച്ച സന്തോഷമുണ്ടായിരുന്നു എബിയുടെ മുഖത്ത്. വിരലുകളിൽ അറിഞ്ഞ അവന്റെ ചുമ്മന ചൂടിൽ പൊള്ളിപ്പിടഞ്ഞ് പരിസരം മറന്ന വജ്ര അവനെ നോക്കി നിൽക്കുന്ന നേരം ബഷീറിന്റെയും പ്രണവിന്റെയും മറ്റു കൂട്ടുകാരുടെയും സന്തോഷ കൂക്കുവിളികളും ചിരികളും ഉയർന്നു. പുരോഹിതന്റെ ഒറ്റ നോട്ടത്തിൽ എല്ലാവരും പൂച്ചയെ പോലെ ഒതുങ്ങിയെങ്കിലും എബിക്കും വജ്രക്കും ചമ്മൽ മാറിയിരുന്നില്ല. ഇന്ന് മനസ്സമ്മതം മാത്രമാണ് നടക്കുന്നത്. വിവാഹം അവർ ആഗ്രഹിക്കും പോലെ സെറ്റിലായിട്ട് മതിയെ നേരത്തെ തീരുമാനിച്ചതാണ്. ഇതിപ്പോൾ ചിത്രയുടെ അപ്പച്ചിയുടെ ആഗ്രഹപ്രകാരം നടത്തിയതാണ്. വിവാഹം കാണാൻ തനിക്ക് യോഗമുണ്ടാകുമോ എന്നറിയില്ല. എൻഗേജ്മെന്റെങ്കിലും എനിക്ക് കാണണമെന്ന് അവർ ആഗ്രഹം പറഞ്ഞപ്പോഴാണ് മനസ്സമ്മതം നടത്തി കല്യാണം ഹിന്ദു ആചാരപ്രകാരം നടത്താമെന്ന തീരുമാനം ഇരുകൂട്ടരും എടുത്തത്. ചെയറിലിരുന്ന് ചടങ്ങുകൾ കാണുമ്പോൾ അപ്പച്ചി അമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. ഇടയ്ക്കെപ്പോഴോ മാത്യൂസിന്റെ അപ്പച്ചിലേക്ക് അവരുടെ കണ്ണുകൾ പതിഞ്ഞു. ഭാര്യയ്ക്കൊപ്പം നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് അയാൾ. അടുത്ത ജന്മം എനിക്ക് തന്നേക്കണേ. മൗനമായി കരഞ്ഞുകൊണ്ട് കണ്ണടച്ച നേരത്ത് എബിയും വജ്ര അനുഗ്രഹത്തിനായ കാലിൽ വീണിരുന്നു. നിറഞ്ഞു തിങ്ങുന്ന സ്നേഹവാത്സല്യത്തോടെ അവരുടെ നെറുകയിൽ അവർ ചുണ്ടമർത്തി. ബഷീറെ, എനിക്ക് അവരോട് സ്നേഹം തോന്നിപ്പോകുന്നൊരു. പള്ളിയോട് ചേർന്ന ഓഡിറ്റോറിയത്തിൽ ക്ഷണിക്കപ്പെട്ടവരോടും മറ്റും സംസാരിച്ചും സ്വീകരിച്ചിരുത്തിയും പുൻചിരിയോടെ നിൽക്കുന്ന പ്രണവിനെ നോക്കി പതിയെ പറഞ്ഞ ജനിയെ നോക്കി ബഷീർ ഒന്ന് ചിരിച്ചുകൊണ്ട് നെടുവീർപ്പിട്ടു.
ആൾക്ക് എല്ലാ കഥകളും അറിയാമിപ്പോൾ. വേണ്ട ജെനി, അവനെ ഓർത്ത് നീ നിന്റെ മനസ്സിലേക്ക് ഒരു മോഹം പ്രതീക്ഷയും വളർത്തലേടി. റിജക്ഷൻ നിനക്ക് ചിലപ്പോൾ താങ്ങാൻ കഴിഞ്ഞില്ലെന്ന് വരും. പ്രണവിനെ ഇനി ഒരിക്കലും സ്നേഹിക്കാനോ പ്രണയിക്കാനോ കഴിയില്ല. അവൻ്റെ ഉള്ളിലുള്ള തീരുമാനം എനിക്കും എപ്പിക്കും അറിയാം. അവനായിട്ടത് വെളിപ്പെടുത്താൻ വർഷങ്ങളെടുക്കും. നീ അവനെ സ്നേഹിച്ചു പോകരുത് ജെനി. നിന്നോടിപ്പോൾ സൗഹൃദം പോലും അവൻ വേണ്ടെന്ന് വെക്കും. എന്തിന് ജെനി അതിലേക്കൊക്കെ മറന്നുകളാ. ബഷീർ അവളുടെ തോളിൽ തട്ടി നോവോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് അകലെ നിൽക്കുന്ന പ്രണവിനരികിലേക്ക് നടന്നു. ശരിയാണ്, അവന്റെ ഉള്ളിലെ സ്നേഹക്കടൽ മുഴുവൻ അവൾക്കായി അവൻ വറ്റിച്ചു കളഞ്ഞിരിക്കുന്നു. ഇനി അതിലൊരു പ്രണയത്തുടിപ്പ് പിറക്കില്ല. അതിനിയൊരു പ്രണയക്കുതി നാമ്പിടില്ല. എന്നേക്കുമായി വജ്ര എന്ന പേര് അവനിലെ പ്രേമത്തിന്റെ വേരുകൾ പിഴുതെടുത്ത് കളഞ്ഞു. ഇനിയൊരു ഋതുവും പ്രണയത്തെ വരവേൽക്കാനായി അവനിൽ ബാക്കിയില്ല. പ്രണവ്, നീ അടുത്ത ജന്മ അവൾക്കായി കാത്തിരിക്കുന്ന എനിക്കറിയാം. അവശേഷിക്കുന്ന ഫയൽ കൂടി കയ്യിലേക്ക് ഒതുക്കി പിടിച്ച് 6-3 പേര് ആ ചെറിയ ഓഫീസ് റൂമിൽ നിന്നും പുറത്തു കടന്ന് വാതിൽക്കിലെത്തിയ നിമിഷം പിന്തിരിഞ്ഞൊന്ന് നോക്കി. ആത്മഹർഷം പ്രതിഫലിക്കുന്ന പുഞ്ചിരിയോടെ പരസ്പരം നോക്കി. 3 വർഷങ്ങൾക്ക് മുമ്പേയുള്ള ആ ദിവസത്തിലേക്ക് മൂവരുടെയും മനസ്സെത്തി നിന്നു. മുന്നിൽ കാണുന്ന ഈ കുഞ്ഞു കെട്ടിടത്തിലേക്ക് മനസ്സിലുള്ള ഡ്രീം യാത്ര തുടങ്ങുവാൻ കാലെടുത്തു വെച്ച ദിവസത്തെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. കോളേജിലെ അവസാന നാളുകളിൽ നടന്ന ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ചെന്നൈയിൽ ജോലി കിട്ടുമ്പോൾ അത്യാഹ്ലാദം തന്നെയായിരുന്നു. കാരണം ബഷീറിന്റെയും പ്രണവിന്റെയും വജ്രയുടെയും സ്നേഹക്കൂട്ടിലേക്ക് വന്ന തേബിയും ജീവിതത്തിലെ പുതിയ ഘട്ടത്തിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അതേ നഗരത്തിലെ വലിയൊരു കമ്പനിയിലേക്ക് അവനും സെലക്ട് ചെയ്യപ്പെട്ടിരുന്നു. അത് അവരുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയുടെ ആദ്യപടി തന്നെയായിരുന്നു. എബിയും വജ്രയും ജീവിതത്തിൽ ഒന്നിക്കും മുമ്പ് അവർ നേടണമെന്ന് ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പ്. വജ്രയും പ്രണവും ബഷീറും പാർട്ട്നേഴ്സായി സ്വന്തമായിട്ടൊരു സംരംഭം വളർത്തിയെടുക്കാനുള്ള പ്രയത്നത്തിന്റെ ഭാഗമായി ആദ്യം കിട്ടിയ ആ ജോബിൽ അവർ ശരിക്കും കഠിനാധ്വാനം ചെയ്തിരുന്നു. ഏറ്റെടുക്കുന്ന ഓരോ വർക്കിലും കണ്ണും കാതും കൂർപ്പിച്ചുകൊണ്ട് നന്നായിട്ട് അധ്വാനിക്കുമ്പോൾ അവർക്കറിയാമായിരുന്നു ഭാവിയിലേക്കുള്ള ഓരോ ചുവടുവെപ്പിലും നേടിയെടുക്കുന്ന എക്സ്പീരിയൻസ് ചില്ലറ കാര്യമില്ലെന്ന്. അതുപോലെ തന്നെയായിരുന്നു എബിയും. ഓരോ ദിവസങ്ങളിലെ ആർക്കിടെക്ട് മേഖലയിലും കൺസ്ട്രക്ഷൻ രംഗത്തെ നൂതന ആശയങ്ങളിലും കസ്റ്റമേഴ്സിന്റെ ഇഷ്ടാനിഷ്ടങ്ങളിലും വരുന്ന മൺതരി വ്യതിയാനങ്ങൾ പോലും തന്റെ ജോബിലൂടെയുള്ള യാത്രയിൽ അവൻ തിരിഞ്ഞും അറിഞ്ഞും കൊണ്ടിരുന്നു. കയ്യെത്തിപ്പിടിക്കാനുള്ള സ്വപ്നത്തിന്റെ വലിപ്പവും കടമ്പകളും അവന് അത്രയേറെ ബോധ്യമുണ്ടായിരുന്നു. 3 വർഷങ്ങൾ അവർ ആ നാട്ടിൽ ആർക്കു വേണ്ടി അവരുടെ ലക്ഷ്യത്തിനു വേണ്ടി പ്രയത്നിച്ചു. വീട്ടുകാരുടെ സഹായമില്ലാതെ അവരുടെ സ്വന്തം സംരംഭം ആരംഭിക്കാനുള്ള മൂലധനം സ്വരൂപിക്കുകയായിരുന്നു ആ കാലമത്രയും. അതിനുമൊപ്പം 4 പേരും തമ്മിലുള്ള മനസ്സാലുള്ള ഇഴയടുപ്പം ഒരു പ്രളയത്തിനും ഇല്ലാതാക്കാൻ കഴിയാത്തവണ്ണം വീണ്ടും വീണ്ടും ശക്തി പ്രാപിച്ചിരുന്നു. എബിക്കും വജ്രക്കും ഇനി എത്ര ജന്മമുണ്ടെങ്കിലും ഒന്നായി തീരണമെന്ന ആഗ്രഹം കൊതിയും നാൾക്ക് നാൾ വർദ്ധിച്ച നാളുകൾ തന്നെ അത്രയധികം ചേർത്ത് പിടിച്ച് വജ്രയുള്ള തന്റെ സൗഹൃദത്തിന്റെ ആഴം മനസ്സിലാക്കി യാതൊരു പരാതിയോ പരിഭവമോ കുശുമ്പോ അസൂയോ ഇല്ലാതെ കൂടെ നിന്ന് എബിക്ക് വേണ്ടി പ്രണവിന്റെ ഉള്ളിലെ ഒരു സ്നേഹസിംഹാസനം ഉയർന്ന നാളുകൾ. ബഷീറിന് ഭാവിയെക്കുറിച്ച് കൂടുതൽ ആത്മവിശ്വാസം കൈവന്ന നാളുകൾ. അതായിരുന്നു ചെന്നൈ ദിനങ്ങൾ. അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം ചെറിയ സ്റ്റാർട്ടപ്പ് ചൂടപ്പ് നടത്തുമ്പോൾ വജ്രക്കും പ്രണവിനും ബഷീറിനും ആത്മവിശ്വാസത്തിന്റെ ആദ്യ പങ്കുകൊടുത്ത മാത്യൂസ് തന്നെയാണ്. ഫർണിച്ചർ ബിസിനസ് ആദ്യമായി തുടങ്ങിയ വളരെ ചെറിയ കെട്ടിടം, കുറച്ച് വിസ്താരമുള്ള ഒരൊറ്റ ഹാൾ മാത്രമുള്ള ആ കെട്ടിടം വർഷങ്ങൾ ഇത്രയായിട്ട് 1 നിന്ന് 7 വലിയ ഷോപ്പുകളിലേക്ക് ബിസിനസ് വളർന്നിട്ടും നിധി പോലെയാണ് മാത്യൂസ് സൂക്ഷിച്ചിരുന്നത്. ചെറിയൊരു ഗോഡൌണായി നിലനിർത്തിയിരുന്ന ആ കെട്ടിടം ടൗണിന്റെ ഹൃദയഭാഗത്തായതുകൊണ്ട് മറ്റു പല ചെറിയ കെട്ടിടങ്ങളും നോക്കിയെങ്കിലും അവസാനം വജ്രയും ബഷീറും പ്രണവും തങ്ങളുടെ ഡ്രീം സംരംഭം തുടങ്ങുന്നതിനായി മാത്യൂസിന്റെ ആ ഓഫർ സ്വീകരിച്ചു. കൃത്യമായി റെന്റ് പറഞ്ഞുറപ്പിച്ചു തന്നെ. 3 ഫാമിലിയും പോരാത്തതിന് മാത്യൂസിന്റെയും മാളിയക്കിൽ നിന്ന് ആദ്യത്തിന്റെയും ഫിനാൻഷ്യൽ സപ്പോർട്ട് പലതവണ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടും അത് സ്വീകരിക്കാൻ അവർ 3 പേരും തയ്യാറായിരുന്നില്ല. സ്വീകരിച്ച ഈ കെട്ടിടം മാത്രമാണ്. അത് പക്ഷേ സൗജന്യമായിട്ടുമല്ല. എബിയോ അങ്ങനെ തന്നെ സ്വന്തമായി സ്വരൂപിച്ച പണം ഉപയോഗിച്ച് തന്നെയാണ് ഡ്രീം ബിൽഡേഴ്സ് എന്ന ചെറിയ സംരംഭം ആരംഭിച്ച്, അതും തേവക്കൽ ഫാമിലിയുടെ തന്നെ മറ്റൊരു ചെറിയ കെട്ടിടത്തിൽ. ടൗണിൽ പ്രണവിനും വജ്രക്കും ബഷിക്കും ഏകദേശം അടുത്ത് തന്നെയായിരുന്നു അതും. ബിസിനസിന്റെ തുടക്കത്തിൽ ഇരുകൂട്ടർക്കും നന്നായി തന്നെ കൈപൊള്ളിയിരുന്നു. എബിയുടെ ഫീൽഡിൽ എതിരാളികൾക്ക് യാതൊരു പഞ്ഞവുമില്ലെന്ന് മാത്രമല്ല, കാലങ്ങളായി നിലനിന്ന് പേരെടുത്ത ആ രംഗത്ത് വടവൃക്ഷമായി തലയെടുപ്പോടെ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആദ്യ 8 മാസം ഫീൽഡിൽ കാലെന്നുറപ്പിക്കാൻ പോയിട്ട് വിരലൊന്ന് സ്പർശിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. മാത്യൂസും മറ്റുള്ളവരും എബിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെട്ടപ്പോൾ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവന്റെ ചുണ്ടിൽ പ്രതീക്ഷയുടെ ആത്മവിശ്വാസത്തിന്റെ ചിരി മായാതെ നിന്നിരുന്നു. വജ്രയ്ക്കും മറ്റു ഇൻസ്പിറേഷൻ ആയിക്കൊണ്ട് പലതവണ വീടിനടുത്തുനിന്ന് യാതൊരു മടുപ്പും നിരാശയില്ലാതെ അവൻ ഉയർത്തിയെഴുന്നേറ്റു. സോഷ്യൽ മീഡിയ എന്ന വജ്രായുധം സാമർത്ഥ്യത്തോടെ ചാണക്യന്റെ വീര്യത്തോടെ ഉപയോഗിച്ച് കൺസ്ട്രക്ഷൻ രംഗത്ത് തന്റെ സംരംഭത്തിന്റെ പേര് പുതിയ കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കുന്ന തരത്തിൽ വമ്പന്മാർ പൊരുതി നിൽക്കുന്ന സ്ഥലത്ത് ചെറുതായെങ്കിലും പതിച്ചു വെക്കാൻ അവന് കഴിഞ്ഞപ്പോൾ വജ്രയും മറ്റുള്ളവരും ഹൃദയം നിറഞ്ഞ് സന്തോഷിച്ചു.
വജ്രക്കും ബഷീറും പ്രണവിനും ആ കുഞ്ഞു കെട്ടിടത്തിൽ അവരുടെ സാമ്രാജ്യം കെട്ടിപ്പൊക്കാനുള്ള യാത്ര സുഖകരമായിരുന്നില്ല. IT രംഗത്തെ കടമ്പകൾ 3 പേര് ഒരേ മനസ്സായി നിന്ന് മറികടക്കുമ്പോൾ അവർക്ക് ആത്മവിശ്വാസം പകർന്ന് എബിയും കൂടെ നിന്നിരുന്നു. ആദ്യ സംരംഭം 1 വർഷം പൂർത്തിയാക്കിയ ഘട്ടം കടന്ന് ആ 4 പേരുടെയും ജീവശ്വാസമായ തങ്ങളുടെ സംരംഭത്തിന് പുതിയ രൂപവും ഭാവവും പേരും തലയെടുപ്പും സ്വന്തമാക്കാൻ പോകുന്ന ദിവസമാണ് വന്നെത്തിയിരിക്കുന്നത്. കടന്നുപോയ വർഷങ്ങൾ അത്രയും ഓർത്തെടുത്ത് തേവക്കലുകാരുടെ ആ ചെറിയ കെട്ടിടത്തിന് മുമ്പിൽ നിന്ന് വജ്രയും ബഷീറും പ്രണവും ആത്മവിശ്വാസത്തോടെ ദീർഘമായി ഒന്ന് വിശ്വസിച്ച് പതിയെ ഒന്ന് പുഞ്ചിരിച്ച് ഒരിക്കൽ കൂടി. നാളെ അവർ 4 പേരും ചേർന്ന് ഒരുക്കിയെടുത്ത ആ വലിയ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനമാണ്. സക്സസ് സിറ്റി സ്ക്വയർ എന്ന പേരിൽ ഉയർന്നു പൊങ്ങിയ ആ സംരംഭം എബിയുടെയും വജ്രയുടെയും പ്രണവിന്റെയും ബഷീറുടെയും സ്വപ്ന സാക്ഷാത്കാരമാണ്. ബിസിനസ്സും സ്റ്റാർട്ടപ്പൊക്കെ പച്ച പിടിച്ചതിന്റെ നീക്കിയിരിപ്പിന് പുറമെ ബാങ്ക് ലോണുകളും മറ്റുമായി കെട്ടിപ്പൊക്കിയ ആ സംരംഭം നിർമ്മാണഘട്ടം മുതൽ ആ നാട്ടിൽ സംസാര വിഷയമായിട്ടുണ്ട്. കൺസ്ട്രക്ഷന്റെ മനോഹരമായ നൂതന ശൈലികളെല്ലാം കോർത്തിണക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എബി തന്നെയാണ് ആ സൃഷ്ടിയുടെ ഉടയോൻ. വിസ്തൃതിയോടെ പരന്നു കിടക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ വജ്രയുടെയും മറ്റു സ്ഥാപനമായ സോഫ്റ്റ്ടെക് ആണ് നിലകൊള്ളുന്നത്. ആദ്യ ഫ്ലോറിലാണ് എബിയുടെ സക്സസ്ഫുൾ ഡേയ്സ്. 5 നിലകളുള്ള വലിയ ബിൽഡിംഗ് ബാക്കി അങ്ങോട്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ എന്താണ് കിട്ടാത്തെന്ന് ചോദിച്ചു പോകും വിധം എല്ലാത്തരം ആക്സസറീസും കിട്ടുന്ന പലതരം ഷോപ്പുകൾ. അതിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ടിന് റെന്റ് കൊടുത്തിരിക്കുന്നവയാണ്. അതായത് എബിയുടെയോ മറ്റുള്ളവരുടെയോ ബിസിനസ് അല്ല അവയൊന്നും. റെന്റ് എമൗണ്ട് ലക്ഷ്യം വെച്ച് അവർ ഒന്നിച്ചെടുത്ത പ്ലാനാണ് ആദ്യം അജണ്ടയിൽ ഇല്ലാതിരുന്ന ആ ഷോപ്പുകൾ അത്രയും. ബിസിനസ്സിൽ ഏത് നേരത്തും ക്ഷീണം സംഭവിച്ചാലും ലോൺ വളരെ വേഗത്തിൽ അടഞ്ഞുതരാൻ കണ്ടെത്തിയ മാർഗം. അങ്ങനെ 4 പേരും അവർ കണ്ട സ്വപ്നത്തെ നേടിയെടുത്ത് ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. നാളെ അതിന്റെ ഉദ്ഘാടനം നടക്കാനൊക്കെ അവസാനവട്ട പാക്കിംഗ് കഴിഞ്ഞു തുടങ്ങിയിരുന്നു. അവരുടെ ആ കുഞ്ഞു കെട്ടിടത്തിന്റെ മുമ്പിൽ നിന്ന് 3 പേരും കൈകോർത്തി പിടിച്ച് ഒരു ദീർഘനിശ്വാസത്തോടെ ഓർമ്മകളിൽ നിന്ന് പിൻവാങ്ങി ഒരിക്കൽ കൂടി പരസ്പരം നോക്കി ചിരിച്ചു. പ്രണവിന്റെ ഫോൺ ബില്ലടിച്ചപ്പോഴാണ് അവർ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. എബിയാണ് വിളിക്കുന്നത്. ആ ഇറങ്ങിയടാ, ആ വരുവാ. യെസ്. അങ്കിളിന്റെ കൈ തന്നെ ഐശ്വര്യമായിട്ട് തിരിച്ചേൽപ്പിക്ക്. പുള്ളി ഇത്തിരി മുമ്പേ ഇറങ്ങി. അവിടെ എത്തില്ല നീ? ആ ഓക്കെ. ആ ആടാ ഇപ്പൊ എത്താന്നേ, നീ ഇങ്ങനെ വെപ്രാളം പിടിക്കല്ലേ. അടക്കി ചിരിച്ചുകൊണ്ട് കോൾ കട്ട് ചെയ്ത് അരികിൽ നിൽക്കുന്ന വജ്രയെയും ബഷീറിനെയും നോക്കി. കല്യാണ ചെക്കന് ഇരിക്കപ്പുറത്തില്ല. ഇത്രയും വലിയൊരു ഫംഗ്ഷൻ നാളെ നടക്കുന്നതിന്റെ യാതൊരു ടെൻഷൻ ആവുന്നില്ല. ഉള്ളത് 2 ആഴ്ചയായിട്ട് പ്രതിശ്രുതവതിനെ കാണാൻ കഴിയാത്തുള്ള പരവേശവും ഇന്ന് കാണാൻ പോകുന്നതിന്റെ ആക്രാന്തമാ. എയർപോർട്ടിൽ നിന്ന് നേരെ അങ്ങോട്ട് പോവേണ്ടി വന്നതിന്റെ നല്ല ചുരുക്കുണ്ട്. ശബ്ദത്തിനൊക്കെ എന്താ ഒരു കനം. പ്രണവ് പറഞ്ഞു തീരുമ്പോഴേക്കും ബഷീറിന്റെ പൊട്ടിച്ചിരി ഉയർന്നിരുന്നു. വജ്ര ചുണ്ട് ചുളുക്കി മുഖം കൂട്ടി കാറിനരികിലേക്ക് നടന്നെങ്കിലും അവർക്ക് ഇരുവർക്കും കാണാമായിരുന്നു ആ മുഖം മരണാഭമാകുന്നതും എബിയെ കാണാൻ അവിടെ ഉള്ളു പിടക്കുന്നതും കണ്ണുകൾ തൃഷ്ണയാൽ തിളങ്ങുന്നതും. നാളത്തെ ഫംഗ്ഷൻ കഴിഞ്ഞാൽ 14 ദിവസത്തിന് ശേഷം മറ്റൊരു ധന്യമുഹൂർത്തമാണ്. വർഷങ്ങളായുള്ള പ്രണയം പൂവണിയുന്ന ദിനം. എബിയുടെയും വജ്രയുടെയും മാംഗല്യം. എൻട്രൻസിന് കുറിയെ കിട്ടിയ ചോപ്പ് റിബൺ തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവും പണ്ടത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പളുമായ ആ നല്ല മനുഷ്യനാൽ മുറിഞ്ഞു വീഴുമ്പോൾ വല്ലാത്തൊരു ആത്മനിർവൃതിയിലായിരുന്നു എബിയും വജ്രയും ബഷീറും പ്രണവും. മാത്യൂസും ചെതിനും ആദിത്യനും സി ആനന്ദനോടക്കം അവർക്ക് പ്രിയപ്പെട്ടവരെല്ലാം ചുറ്റും നിൽക്കുന്നുണ്ട്. തങ്ങളെ ഓർത്ത് അഭിമാനത്തോടെ നിൽക്കുന്ന കാഴ്ച ജന്മസുഹൃതമാണെന്ന് തോന്നിയവർക്ക് വലിയ നിലവിളിക്കിൽ അവർ ഓരോരുത്തരും തെളിയിച്ച പ്രകാശം ഇനിയുള്ള ജീവിതത്തിന് തേജസ്സും ഓജസ്സും പകരുന്ന സൂര്യനാണെന്നും അവർക്കറിയാമായിരുന്നു. ഓപ്പണിംഗ് ആദ്യത്തെ ബിസിനസ് ഡീലിംഗ് ഒക്കെ സോഫ്റ്റ്ടെക്കിലും ഡ്രീം ബിൽഡേഴ്സിലും ഗ്രാൻഡായി തന്നെ നടന്നു. 4 പേരും ആത്മാർഷത്തിന്റെ പർവ്വതമേറി നിന്നുപോയി. നിറഞ്ഞ സന്തോഷം, നിറഞ്ഞ സംതൃപ്തി. വർഷങ്ങളുടെ ഒരു കൂട്ടലുകളും പ്രയത്നങ്ങളും കൺമുന്നിൽ ആകാശത്തോളം നിർവൃതി അന്ന് കൺമുമ്പിൽ നിറഞ്ഞു വിളങ്ങി നിൽക്കുന്നു. ഇനി ആ തേര് തെളിയിക്കാൻ നേടിയെടുത്ത ആത്മബലവും ഒരു കൂട്ടിയെടുത്ത ഗുഡ്വിലും മതി. ലക്ഷ്യം പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. വളരുകയാണ് നാം, വളർന്നു തുടങ്ങിയിരിക്കുന്നു നാം. കുടുംബം, നാട്ടുപ്രമാണികൾ, കോളേജ് ഫ്രണ്ട്സ്, ബന്ധുക്കൾ, 4 പേരെയും കൂടി 20 സ്റ്റാഫുകൾ, നാട്ടുകാർ, അങ്ങനെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അവർ 4 പേരും നിറഞ്ഞ ചിരിയോടെ കൈ കോർത്തു പിടിച്ചു. ഇങ്ങനെ നോക്കില്ലെന്റെ എനിക്ക് പറഞ്ഞു തീരും മുമ്പേ തന്റെ ആദരങ്ങൾ കൊണ്ടവൻ ആ ആദരങ്ങളെ കോർത്തെടുത്തിരുന്നു. ഹൃദയധമനികളിൽ ശക്തമായൊരു മിന്നലേറ്റതുപോലെ വിറച്ചുപോയവൾ നിമിഷങ്ങൾ കൈയേറിയ ചുമനത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ കിതപ്പോടെ നെഞ്ചിലേക്ക് ചാരിയവളെ വരിഞ്ഞു മുറുക്കി ആ മുഖം പിടിച്ചുയർത്തിയ അവളുടെ കണ്ണിലേക്ക് നോക്കി. ഐ മിസ് യു വജ്ര. മറുപടി അവളുടെ തിളക്കമാർന്ന പ്രണയം മുറ്റിയ ചിരിയായിരുന്നു. കണ്ണിലെ നീർത്തിളക്കമായിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ എല്ലായിടത്തും ചുറ്റിക്കാണാൻ ഓരോരുത്തരായി പല വഴിക്ക് തിരിഞ്ഞപ്പോൾ അവളെ അടുത്ത് കിട്ടിയ സമയത്ത് അവന്റെ ക്യാബിനോട് ചേർന്ന പ്രൈവറ്റ് സ്പേസിലേക്ക് വലിച്ചുകൊണ്ട് ഓടിയതായിരുന്നു എബി. 2 ആഴ്ചക്ക് മുമ്പേ ദുബായിലേക്ക് ബിസിനസ് സംബന്ധമായി പോവേണ്ടി വന്നതായിരുന്നു അവന്. ഇന്ന് രാവിലെ എയർപോർട്ടിലെത്തി ഇങ്ങോട്ട് നേരെ വരാനുള്ള സമയമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ദിവസമൊക്കെ പിരിഞ്ഞു നിന്നിട്ടില്ല വർഷങ്ങളായിട്ട്. അതിന്റെ പിടപ്പാൻ തീർത്ത അവളുടെ അധരങ്ങളിലായിരുന്നു. എനിക്കും ഞാൻ ഉറങ്ങിയിട്ടില്ല എബി ഈ ദിവസങ്ങളൊന്നും.
പറഞ്ഞുകൊണ്ട് അവനെ തിരികെ മുറുക്കി പുണരുമ്പോൾ അവളുടെ ശബ്ദം അത്രമേൽ ആർദ്രമായിരുന്നു. ഇനി 14 ദിവസം കൂടി, 10 വർഷത്തെ കാത്തിരിപ്പ് പൂർണ്ണമാവുന്ന ദിവസം. വജ്ര. നേർത്ത ശബ്ദവും കാതിലമർന്ന അവന്റെ ദന്തവും അവളുടെ ഉടൽ വിറപ്പിച്ചു. ഒരിക്കൽ കൂടി ആ മുഖം തന്നിലേക്ക് അടുക്കുന്നേരം കുസൃതിയോടെ അവൾ അവന്റെ നെഞ്ചിൽ കൈകൾ കൊണ്ട് അകലം തീർത്തു. കണ്ണൂറുക്കി നോക്കുന്നേരമാണ് ഫോൺ റിങ് ചെയ്ത്. പ്രണവാണ്. എന്താണ് കുരുത്തം കിട്ടവനായി? എബിയുടെ ചോദ്യം കേട്ട് വജ്രയ്ക്ക് ചിരി പൊട്ടി. ആണോ? ബെസ്റ്റ്, ദേ വരുന്നു. കോൾ കട്ട് ചെയ്ത് സംശയത്തോടെ നോക്കുന്ന വജ്രയുടെ നെറുകയിലൊന്ന് മുത്തി ആ കൈ പിടിച്ചവൻ പുറത്തേക്ക് നടന്നു. ബഷീയും സോദി അവിടെ ക്രോസ് വിസ്താരം ചെയ്യുന്നുണ്ടെന്ന് അവന്റെ സമുദായത്തിൽ ഏതോ പ്രമാണി. നീ വാ. നടന്നു നീങ്ങുന്നേരെ എബി പറഞ്ഞിട്ട് വജ്രയുടെ ഉള്ളൊന്നുലഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.